കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1.5 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവര് കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന വർഷേനെ കൊണ്ട് ശ്രീകാന്ത് പോവാണ്. അങ്ങനെ വർഷയുടെ വീണ്ടും മുന്നിൽ കൊണ്ട് ബൈക്ക് നിർത്തിയിട്ട് പറഞ്ഞു, എന്നാ ശരി ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. വർഷ പറഞ്ഞതേ ഈവനിങ് ആകുമ്പത്തേനും വരണമെന്ന് പറയാം. ഓക്കെ ഞാൻ വന്നേക്കാന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് വർഷേനെ അവിടെ ഇറക്കി വിട്ട് നേരെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് കുറച്ച് ബൈക്ക് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രീകാന്തിന് തോന്നിയത്. പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ മരിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. സ്പീഡ് കൂട്ടിയിട്ട് അങ്ങോട്ട് എന്നിട്ട് ശ്രീകാന്തിന്റെ ബൈക്ക് മുട്ടില്ലാന്ന് പറഞ്ഞങ്ങോട്ട് നിർത്തുവാണ്. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, ഇത് എന്ത് പരിപാടിയാ ഈ കാണിക്കണം എന്ന് ചോദിച്ചു. ശ്രീകാന്ത് പെട്ടെന്ന് അങ്ങോട്ട് ബൈക്ക് നിർത്തുവാണ്. പെട്ടെന്ന് ചോദിച്ചു, നിനക്ക് എന്താ കണ്ണില്ലേ, നീ എല്ലാവരുടെ റോങ് കയറി വരുന്നതെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞതേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ, ഞാൻ റൂൾസ് ഒക്കെ നോക്കി തന്നെയാ വണ്ടി ഓടിക്കണമെന്ന് പറയാം. പിന്നെ റൂൾസ് ഒക്കെ നോക്കി വണ്ടി ഓടിക്കുന്ന ഒരുത്തം വന്നിരിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറയണം. ഇത് കണ്ട ശ്രീകാന്തിന് മനസ്സിലായി ഇവന്മാര് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞതേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയണം. അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ ശ്രീകാന്തിനെ അങ്ങോട്ട് വലിച്ചിറക്കുവാണ്. അപ്പൊ ശ്രീകാന്തിന് മനസ്സിലായി ഒരു ഉടക്കം മൈൻഡാന്നുള്ള കാര്യം. ഇവന്മാര് തന്നെ മിക്കവാറും നോട്ടം ഇട്ട് വന്നിരിക്കുന്നത് തന്നെയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് എന്താ കാര്യം നീക്കണം, കാര്യം അറിഞ്ഞാൽ താൻ നീ ഇറങ്ങോളോടെന്ന് ചോദിച്ച് വലിച്ചിറക്കിയിട്ട് പറഞ്ഞു, കാണിച്ചു തരാന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അടിക്കാൻ തുടങ്ങുവാണ്. ശ്രീകാന്ത് അവന്റെ കയ്യെ പെട്ടെന്ന് കയറി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവന്റെ കർണം തീർത്തങ്ങോട്ട് പൊട്ടിക്കണം. പിന്നീട് അവിടെ ഒരു കൂട്ടടിയാൻ നടന്നേ. 3-4 അവന്മാരുണ്ട്. ശ്രീകാന്തിന് അങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്താൻ നിൽക്കാൻ പറ്റിയില്ല. കാരണം തലങ്കം ബലങ്കം കുറെയൊക്കെ ശ്രീകാന്ത് നോക്കിയെന്ന് പറഞ്ഞാൽ കുറെയൊക്കെ പിടിച്ചു വന്നു. പിന്നീട് ശ്രീകാന്തിനെ അവന്മാരെ അടിക്കോ. അവസാനം ശ്രീകാന്ത് അവശനായിപ്പോയി. ഈ സമയത്താണ് സച്ചി അതിലൂടെ കാറും കൊണ്ട് വരുന്നത്. സച്ചി നോക്കിയപ്പോഴത്തേനും കുറച്ച് ആൾക്കാർ നിരന്തോട്ടോ ഒരുത്തിനെ അടിക്കുന്നുണ്ട്. ഇതെന്താ പോലും ഓർത്തോണ്ട് സച്ചി പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രീകാന്തിനെ എടുത്തിട്ട് അവന്മാരെ അടിക്കുന്നതാണ്. ഈ കാഴ്ച കൊണ്ട് സച്ചി പിന്നെ വെറുതെ ഇരിക്കുവോ. എടാന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അന്നേരം ശ്രീകാന്തിനെ അടിക്കുന്ന അവന്മാരെല്ലാം പഞ്ഞി കിടുവാണ് എടുത്തിട്ട്. തലങ്കം ബലങ്കം അടി. സച്ചിയുടെ അടിയിന് മുന്നിൽ പിടിച്ചിരിക്കാനായിട്ട് അവന്മാർക്ക് പറ്റിയില്ല. അവന്മാരെല്ലാം കൂടെ ഓടുവാണ്. അങ്ങനെ ഒരുത്തനെ അവസാനം കൈ കിട്ടി. അവന്റെ മോഹം കണ്ട് സച്ചിൻ ഞെട്ടിപ്പോയി. മഹേഷിന്റെ അനിയനായിരുന്നത്. പെട്ടെന്ന് മഹേഷിന്റെ അനിയോട് ചോദിച്ചു, നീ എന്താടാ അത്? അല്ല അയ്യോ സച്ചേണ്ണ എനിക്ക് അതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഇത് സച്ചേണ്ണന്റെ അനിയനാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ അപ്പൊ നീ ഇതൊന്നും അറിയത്തില്ലാതെ അല്ലേ? എടാ സത്യം പറയടാ, നീ എന്തിനാ ഇവനെ അടിച്ചെന്ന് ചോദിക്കടാ. അല്ലാതെ പിന്നെ സച്ചേട്ടൻ ഞാൻ സത്യം പറഞ്ഞു, ഇത് നിനക്ക് ആരോ കൊട്ടേഷൻ തന്നാന്ന് തോന്നില്ല. ആരാ തന്നെ, എന്തിനു വേണ്ടിയാന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ആ KSRTC MD ഉണ്ടല്ലോ മധുസൂദൻ, അയാൾ കൊടുത്തൊരു കൊട്ടേഷനാന്ന് പറയാണ്. അത് സച്ചേട്ടന്റെ അനിയനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഇതിനകത്തൊന്നും പെടില്ലായിരുന്നു സച്ചേട്ടാന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുവാണ്, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞവനോട് ഓടുവാണ്. സച്ചിക്ക് ഇത് കേട്ടപ്പം ഒരു ഞെട്ടലുണ്ടേ. ഓഹോ അപ്പൊ അയാൾ മനഃപൂർവ്വം കളിക്കാൻ ഇറങ്ങിയിരിക്കുക. അപ്പൊ തന്റെ അച്ഛന്റെ പെൻഷൻ തടഞ്ഞു വെച്ച പോരാ, തന്നോടും തന്റെ അച്ഛനോടുള്ള ദേഷ്യം ശ്രീകാന്തിനോട് തീർത്തിരിക്കുക. അപ്പൊ അതാണ് കാര്യം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. സച്ചി പെട്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു, നീ പൊക്കോ, ഞാനിപ്പോ വന്നേക്കാന്ന് പറയണം. അല്ല സച്ചേട്ടൻ അങ്ങോട്ട് പോ, എനിക്ക് അയാളൊന്ന് കാണണം, ആ മധുസൂദനെ എന്ന് പറയണം. ഈ വേണ്ട സച്ചേട്ടാ വേണ്ട, അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. ശ്രീകാന്തിനെല്ലാം അറിയത്തുള്ള കാര്യം എന്താന്നുള്ളത്. കാരണം വർഷമായിട്ട് താൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ദേഷ്യം തീർക്കുന്ന. പക്ഷെ സച്ചിയെ ഓർത്തിരിക്കുന്ന ആ പെൻഷന്റെ കാര്യത്തിലുള്ള ദേഷ്യമായിരിക്കും. അതായിരിക്കും ശ്രീകാന്തിനോട് തീർത്തേന്നുള്ളത്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, നീ പൊക്കോന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. വേണ്ട ഏട്ടാന്നും പറഞ്ഞ് തടയാൻ ശ്രമിച്ചെങ്കിലും സച്ചി ഒന്നും കണക്കൂട്ടിയില്ല. സച്ചി പെട്ടെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത് അയാളുടെ വീട് ലക്ഷ്യമാക്കി പോവാം. ഈ സമയം ശ്രീകാന്തിന്റെ ഒരു കാര്യം മനസ്സിലായി. താനും കൂടെ പെട്ടെന്ന് എന്നില്ലെങ്കിൽ സച്ചിയാണ് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. പെട്ടെന്ന് ബൈക്ക് കൊടുത്ത് ശ്രീകാന്തും പുറകെ ചെല്ലുവാണ്. ഈ സമയം മധുസുന്ദരുള്ള ഫുഡ് എടുത്ത് വെക്കുമായിരുന്നു ഭാര്യ. അങ്ങനെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ബാ ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. അങ്ങനെ മധുസൂദനെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കഥവും തള്ളി തുറന്നിട്ട് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. സച്ചിനെ കണ്ട് ചോദിച്ചു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ്. ഇത് പറഞ്ഞു തീരുവല്ല. അതിനു മുമ്പ് തന്നെ മസൂദിനെ മോൻ നോക്കി കർണം നോക്കി ഒറ്റ എണ്ണം വെച്ച് കൊടുക്കാണ് സച്ചി. നീ എന്റെ അനിയനെ ഗുണ്ടാനെ വിട്ട് തല്ലിക്കും അല്ലേടാന്ന് ചോദിച്ചോണ്ട്. ഇത് കേട്ടതും ഒരു നിമിഷം മഹിമ ഞെട്ടിത്തെരിച്ചു പോയി. മഹിമ ചോദിച്ചു, എന്താ നീ പറഞ്ഞെന്ന് എന്റെ ഏട്ടനെ നീ തല്ലു അല്ലേന്ന് ചോദിക്കുകയാണ്. തല്ലുവോ മാത്രമല്ല വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ശ്രീകാന്ത് ഓടി വന്ന് സച്ചിനെ തറഞ്ഞു. സച്ചിയേട്ട വേണ്ടാന്ന് പറഞ്ഞിട്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കടാ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയണം. ദേ എന്നോടും എന്റെ അച്ഛനോടുള്ള ദേഷ്യം എന്റെ അനിയനോട് തീർത്താണ്ടല്ലോ, വെറുതെ ഒന്നിനും വിടുവല്ല, വെള്ളം ഉതപ്പിച്ച് കിടക്കും ഞാൻ എല്ലാത്തിനെയും കൂടെ ഒന്ന് പറയാണ്. ഇത് കേട്ടത് മഹിമ പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാ പറയണേ?
നിന്നോട് നിന്റെ അച്ഛനോടുള്ള ദേഷ്യമോ? പിന്നല്ലാതെ. അതെ, എന്റെ അച്ഛന്റെ പെൻഷൻ അക്കൗണ്ട് തടഞ്ഞു വെച്ചു, എന്റെ പെൻഷൻ തുക തടഞ്ഞു വെച്ചു. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ എന്റെ അനിയനോട് പകരം ചോദിക്കാൻ വന്നിരിക്കണോ? ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് മധുസൂദനൻ പറഞ്ഞു, നിന്റെ അനിയനെ എന്ത് തെറ്റിയെന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറയണം. എന്റെ അനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, എന്റെ കുടുംബത്തോളം ദേഷ്യം നിനക്ക് തീർന്നിട്ടില്ല, അതുകൊണ്ടൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയണം. അതെ, നിന്റെ അച്ഛനെ ഞാൻ പണ്ടേ വെറുതെ വിട്ട, അയാളുടെ പെൻഷൻ കാര്യമൊക്കെ ശരിയായതാ. പക്ഷെ അതിന്റെ പേരിലല്ല ഇപ്പൊ നിന്റെ അനിയനെ തല്ലിച്ചെന്ന് പറയണം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, എന്ത് കാരണമാണ് ശരി, എന്റെ അനിയന്റെ ദേഹത്ത് ഒരു പോറൽ വീണിട്ട് നിങ്ങളെ വെറുതെ വിടത്തില്ലെന്ന് പറയണേ. ഈ സമയം മഹിമ വന്നിട്ട് പറഞ്ഞു, അതേ നീ ഇത്രമാത്രം കിടന്ന് രോഷാവലി ആവുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാന്ന് ചോദിക്ക്, നിന്റെ അനിയൻ എന്ത് തെറ്റാ ചെയ്തെന്ന്. എന്റെ മോളെ വെറുതെ വിടുന്നില്ല. എന്റെ മോളോടൊപ്പം എപ്പോഴും അവന്റെ കറക്കം, ആ കാരണം കൊണ്ടാ, അല്ലാതെ നിന്റെ അച്ഛനോടോ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല എന്ന് പറയണം. ഇത് കേട്ട സച്ചി ഒരു നിമിഷം അമ്പരന്ന് പോയി. സച്ചി കേട്ടത് വിശ്വസിക്കാനാന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞേ? അനിയനോട് തന്നെ ചോദിച്ചു നോക്ക്, അനിയനല്ലേ അടുത്ത് നിൽക്കുന്നേ, എന്ത് കാരണത്താൽ അവനെ തല്ലിയെന്നുള്ള കാര്യം. എന്റെ മോളുമായിട്ട് അവന് ഭയങ്കര കറക്കം, അതും പോരാഞ്ഞിട്ട് അവൾ ഇവിടെ കൊണ്ടേ വിടുന്നു, എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ വെറുതെ ഇരിക്കണം? നീ തന്നെ പറയാണ്. ഇത് കേട്ട് സച്ചി തിരിഞ്ഞ് പെട്ടെന്ന് ചോദിച്ചു, സത്യം അവിടെ കേൾക്കണേന്ന് ചോദിക്കാണ്. മഹിമ പറഞ്ഞ് ചോദിച്ചു നോക്ക്, അവനോട് തന്നെ ചോദിച്ചു നോക്ക്, അവൻ പറയട്ടെ എന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ചോദിച്ചേ, ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുവാന്ന്. മഹിമ പറഞ്ഞു, അവൻ മിണ്ടത്തില്ല, കാരണം അവൻ ചെയ്ത കൊള്ളരുതായ്മയാന്ന് അവൻ അറിയാം, അതുകൊണ്ടാന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടൻ ഇങ്ങോട്ട് വാ, ഞാൻ പറയാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് സച്ചിനെ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി. അല്ല എന്താടാ കാര്യം, സത്യം പറ, അവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കണം. അല്ലേട്ടാ, വർഷയുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്റെ നല്ല ഫ്രണ്ടാ വർഷ എന്ന് പറയണം. ഇത് മാത്രമല്ല അയാൾ പറഞ്ഞ. അല്ലേട്ടാ, അത് പിന്നെ ഞാൻ സത്യം പറയടാ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ ഏട്ടാ, കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി നിർത്തിക്കോ. എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, ഇനി അവളുമായിട്ട് യാതൊരു അടുപ്പം വേണ്ട, അവളോട് മിണ്ടാനോ വിളിക്കാനോ കാണാനോ ഒന്നും പോയേക്കളെന്ന് പറയണം. ഇത് പറഞ്ഞ സച്ചി കാറിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുക. ഈ സമയം ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. ശ്രീകാന്തിന്റെ ഈ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പം സച്ചി തിരികെ വന്നിട്ട് പറഞ്ഞതേ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്താണെങ്കിലും കുഴപ്പമില്ല, അവളെ മിണ്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് ശ്രീകാന്ത് സച്ചിയുടെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് സച്ചേട്ടാ എന്നോട് ക്ഷമിക്ക്, പക്ഷെ ഞാൻ അവളോട് മിണ്ടുന്ന സംസാരിക്കുന്നേ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ്. സച്ചേട്ടൻ അറിയാവോ, അന്ന് സച്ചേട്ടന് പോലീസ് കേസ് ഉണ്ടായ സമയത്ത് സച്ചേട്ടനെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനായിട്ട് അവളാണ് സഹായിച്ചത് എന്ന് പറയണ. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു സച്ചി. പിന്നീട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് പുതുക്കി മുന്നോട്ട് പോകണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഇനിയിപ്പോൾ അവളുമായിട്ട് യാതൊരു കമ്പനി വേണ്ടെന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് കയറി പോവാ. ശ്രീകാന്തിന് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്ത സങ്കടമായി പോയി ശ്രീകാന്തിന്. പിന്നീട് കാണിക്കുന്നത് സുധി രാവിലെ പോയിന്റ് റെഡിയാവുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോകുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത് പോലും അറിയത്തില്ല. ഇന്നിനി എവിടെ പോയിരിക്കും, ഇവിടെ കണ്ണ് വെട്ടിച്ചിന് എത്ര ദിവസം ഇങ്ങനെ പമ്മി നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജോലി പോയ കാര്യം എങ്ങനെ ഇവളോട് പറയുന്നത്. ഈ സമയമാണ് ശ്രുതി കുളി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. ശ്രുതി വന്നിട്ട് ചാഹാ രാവിലെ തന്നെ പോകാൻ റെഡിയായെന്ന് ചോദിക്കും. അതെ പോകാൻ റെഡിയായെന്ന് പറയണം. ഇന്ന് പോകണമെന്ന് ചോദിക്കും. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു ശ്രുതി. ഇന്ന് പോകണ്ടേ, ശരി ശരി എന്നാൽ ഞാൻ ലീവ് പറയാന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, വേണ്ട നമുക്കേ വീക്കെൻഡ് ലീവ് എടുത്താൽ മതി എന്ന് വേണം. അതെന്താ അങ്ങനെ പറഞ്ഞ്, വെറുതെ എന്തിനാണ് ലീവ് കളയുന്നത്, അത്ര ആ ദിവസത്തെ പൈസ കളയേണ്ട കാര്യമുണ്ടോ, ശ്രുതി ഇന്ന് പൊക്കോളാൻ പറയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയും. എന്ത് കാര്യങ്ങൾ? അല്ല വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, അല്ലെങ്കിൽ തന്നെ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ സച്ചയെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നാ വഴക്കൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ മാസത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പം അത് വീട്ടു ചെലവിനായിട്ട് എടുത്തു, പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ അമ്മയുടെ കടങ്ങളൊക്കെ വീട്ടാം. അമ്മയുടെ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ നടത്താൻ വാങ്ങിയ പൈസ അതൊക്കെ കുറേശ്ശെ കൊടുത്തു തീർക്കാം. അല്ലാതെ ഇനി എല്ലാവരും മുന്നിൽ നാണം കിട്ടി നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല സുധി എന്ന് പറയണം. ഇത് കേട്ട സുധിക്ക് എന്തേ മറുപടി പറയാനെന്ന് അറിയത്തില്ല. തനിക്ക് ജോലിയില്ല ശമ്പളമില്ല എന്നൊക്കെ ഇവളോട് എങ്ങനെ പറയണേ, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ തന്നെ ആഗ്രഹം. ഇത് കേട്ട സുധി പറഞ്ഞു, ഓ അങ്ങനെയാണോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ശമ്പളം കൊടുത്തോളാം, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. പിന്നെ സുധി പറഞ്ഞു, എനിക്ക് ഈ ജോലി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയണം. പെട്ടെന്ന് സുധി പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കില്ല, നല്ല ജോലിയല്ലേ, ജോലി കളയരുത്, ഇവിടെ ഒരു 2 വർഷം നിൽക്കണം, 2 വർഷം നിന്നുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആവും, പിന്നെ സുധിക്ക് എവിടെ പോയാലും നല്ലൊരു ജോലിയെ കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുധി മനസ്സിൽ പറയാം, 2 വർഷം പോയിട്ട് 1 മാസം പോലും ഇവിടെ തയ്ക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ 2 വർഷം, ഇതെങ്ങാനും ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ഭൂകമ്പമാണ് നടക്കാൻ പോകുന്നത്. പിന്നീട് ശ്രുതി പറഞ്ഞു, എനിക്കൊരു വേറെ കാര്യം കൂടെ പറയാണ്ട്, അതെ ഇന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരനോട് ഒരു 3 ദിവസത്തെ ലീവ് ചോദിക്കണം എന്ന് പറയാം. 3 ദിവസത്തെ ലീവ് അതെന്തിനാ? അല്ല അടുത്ത ആഴ്ച നമുക്കൊരു ടൂർ ഉണ്ടെന്ന് പറയണം. ടൂർ എങ്ങോട്ട്? അല്ല ആൻഡമാനിലേക്ക് പോകുന്ന കാര്യം. ആൻഡമാനിലേക്ക് പോകാനായിട്ടാ?
അല്ല അന്നാ മാഡം പറഞ്ഞില്ലായിരുന്നോ ആൻഡമാനിലേക്ക് നമുക്ക് ഓഫർ ചെയ്തിട്ടില്ലായിരുന്നോ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം. അപ്പൊ അതൊക്കെ ഞാൻ മാഡത്തിനോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ പ്ലെയിൻ ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കണം. അവിടെ ചെന്നിട്ടുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ മാഡം നോക്കിക്കോളും എന്ന് പറയാം. ഇത് കേട്ടും ശ്രുതി പറഞ്ഞാൽ ഇപ്പൊ പോണോന്ന് ചോദിക്കുക. അല്ല 3 ദിവസത്തെ ലീവ് എന്നൊക്കെ പറയുമ്പം കേറിട്ട് ഞാൻ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, പെട്ടെന്ന് ലീവ് ചോദിക്കാന്ന് പറഞ്ഞാല് അപ്പൊ ശ്രുതിയല്ലേ പറഞ്ഞു ഇപ്പൊ ലീവൊക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ലെന്ന്. പെട്ടെന്ന് എന്താ ഇങ്ങനെ പറയണേ? ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു അല്ല ഞാൻ പിന്നെ അതെ ശ്രുതി പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത്. പ്ലെയിൻ ടിക്കറ്റ് കാര്യം ശ്രുതി തന്നെ ഇന്ന് തന്നെ പോയി റെഡിയാക്കണം. ടിക്കറ്റ് ഒക്കെ എടുക്കണമെന്ന് പറയാം. ദൈവമേ പെട്ടു, ഒരു 5 രൂപ പൈസ എന്റെ കയ്യിലില്ല. ശ്രുതിയോട് പറയാൻ പറ്റില്ല, കാരണം തനിക്ക് ജോലിയുണ്ട്, തന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കരുതിയാ ശ്രുതി ഇരിക്കുന്നേ. എന്ത് ചെയ്യും? എന്നാ ശരി, ഇനി ഇങ്ങ് നിൽക്കണ്ട, പോവാൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. അല്ല ബാഗ് വേണ്ടെന്ന് നിൽക്കും. ഓ അതേ മറന്നു. എന്നാൽ ശ്രുതി ബാഗ് കൊടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഓർക്കുക, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരോടൊരു പൈസ പോലും ചോദിക്കാൻ പറ്റില്ല. പ്ലെയിൻ ടിക്കറ്റ് താൻ എടുക്കണം. അത്രയും പൈസ പോയിട്ട് ഒരു 10 രൂപ പോലും കയ്യിലെടുക്കാനില്ല. അതെങ്ങനെ ഇവളോട് പറയും? ആകെപ്പാടെ പെട്ട അവസ്ഥയിലായിരുന്നു. പിന്നീട് ശ്രുതി ഇങ്ങനെ നടക്കുക, ആലോചിച്ച് നടക്കുക. ഒരു തീരുമാനം എടുത്തു. താൻ ജോലി ചെയ്ത ആ കമ്പനിയിലേക്ക് തന്നെ ചെല്ലാം, ഷോറൂമിലേക്ക് തന്നെ ചെല്ലാം. 10-20 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ആ ശമ്പളം ചോദിക്കാം. അങ്ങനെ കരുതി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കാർ ഷോറൂമിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു സ്റ്റാഫ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, പ്രശാന്ത് വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം, എന്താന്ന് ചോദിക്കണം. എനിക്ക് എം ഡിനെ ഒന്ന് കാണണം എന്ന് പറയാം. ഓ എം ഡിനെ കാണാൻ വന്നാണ്, എന്തായിരിക്കും പോലും കാര്യം? അതെ ഞാൻ ഇവിടെ 10-20 ദിവസം ശമ്പളം അല്ല ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിന്റെ ശമ്പളം വേണം, അത് വാങ്ങാൻ വന്നാന്ന് പറയണം. ആ പെട്ടെന്നേ അല്ലേ ഇപ്പൊ കിട്ടുമെന്ന് പറയാ. ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചോളെന്ന് പറയണം. എന്ത് ശമ്പളം തരുന്ന കാര്യമാണ്? അതെ അതെ 5ന്റെ പൈസ തരുവത്തിലെന്നാ എം ഡി പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞ്? ഞാൻ 20 ദിവസം വന്ന് ഇവിടെ ജോലി ചെയ്താന്ന് പറയണം. 20 ദിവസം വന്നെന്നുള്ള കാര്യം ശരിയാ, പക്ഷെ ശ്രുതി ജോലി ചെയ്തോന്ന് ചോദിക്കാം. വരും, ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കും. ഏതെങ്കിലും ഒരു കാറെങ്കിലും സെയിൽ ചെയ്തോന്ന് ചോദിക്കാം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു ഞാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലേ ആൾക്കാർ മേടിക്കാത്ത എന്റെ കുഴപ്പമാണെന്ന് ചോദിക്കും. അതെ കമ്പനി ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണം, അല്ലാതെ നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനോട് ഉത്തരവാദിത്തം വേണം. അല്ലാതെ ആരോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഇവിടെ വൈകുന്നേരം വരെ വന്നിരുന്നിട്ട് പോയിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലായെന്ന് ചോദിക്കാം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു അതെ നിന്നോടൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ എം ഡിനെ കണ്ടേ എന്ന് പറയണം. അങ്ങനെ അങ്ങ് കയറിപ്പോകാൻ വരട്ടെ. അതിപ്പോ എം ഡിയുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിലേ ഈ എം ഡി ആട്ടി ഓടിക്കത്തുള്ളൂ. 1-2 രൂപയുടെ അല്ല, കോടികളുടെ നഷ്ടം എം ഡിക്ക് ഉണ്ടായിരിക്കുന്നത്. അയാൾ 10-30 കാറെങ്കിലും മേടിക്കുന്നതായിരുന്നു. ആള് വലിയ ബിസിനസ് ആയിരുന്നു, അയാളുമായിട്ട് ഡീലുണ്ടായിരുന്നേ. അതല്ലേ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയെന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രുതി പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞോണ്ട് ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് വീട്ടുജോലി ചെയ്യണോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും പ്രശാന്ത് പറഞ്ഞതേ കുറച്ച് താണ് കൊടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ, അറിയാലോ. ഇപ്പൊ ആ ഡീലിങ്സ് നടന്നായിരുന്നെങ്കിൽ എത്ര രൂപ ശ്രുതിക്ക് ഇൻസെന്റീവ് കിട്ടിയാനോ എന്നും പറഞ്ഞോണ്ട് കുറെ ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൈ വെച്ചോണ്ട് കാര്യമില്ല. ശ്രുതി ജീവിക്കാൻ പഠിക്കണം ആദ്യം. താൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞോണ്ട് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരും ജോലി തരത്തില്ല. കിട്ടിയ ജോലി കളയാൻ നോക്കണ്ട, അത് അവനവന്റെ കടമയാന്ന് പറയാം. അല്ലാതെ അവിടുത്തെ എം ഡിനെയോ അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഭരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആരും അതൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയാം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു അതെ മാറി നിൽക്കുക, എനിക്ക് കയറി പോകണമെന്ന് പറയാം. ഇത് കേട്ടെന്ന് പറഞ്ഞു അതെ അങ്ങോട്ട് ചെന്ന് കയറ്, ഇപ്പൊ തന്നെ കിട്ടുമെന്ന് പറയണം. പിന്നെ സാലറി കിട്ടിയാൽ ഞാൻ പോയി പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് സാറും കൊടുക്കും, കാരണം നീ കാരണം സാറിന് അത്രമാത്രം നഷ്ടമല്ലേ ഉണ്ടായിക്കെന്ന് പറയാണ്. ശ്രുതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ആ പൈസയും കിട്ടത്തില്ല, ആകെപ്പാടെ പെട്ടു. അങ്ങനെ നാണം കിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു ശ്രുതിക്ക്. ഇനിയിപ്പോൾ ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും, ഒരൈഡിയയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്ന വർഷ ഫോൺ ചെയ്യുവാണ്. സാധാരണ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും വിളിച്ച് ശ്രീകാന്തിനെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ്. അങ്ങനെ പതുപോലെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വീട്ടിലായിരുന്നു. ശ്രീകാന്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷയുടെ കോൾ വരുന്നത്. ശ്രീകാന്ത് കോൾ എടുത്തില്ല. സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കൽ സംസാരിക്കുകയും ചെയ്യില്ലെന്ന്, അതുകൊണ്ട് കോൾ എടുത്തില്ല. വീണ്ടും വർഷ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൾ എടുത്തില്ല. ഇവരെന്താ പോലും കോൾ എടുക്കാത്തെ, അതോ മനഃപൂർവ്വം എടുക്കാതിരിക്കാൻ തോന്നുന്നത്. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് വർഷ നേരെ എന്ത് ചെയ്യാണ്, രേവതിനെ വിളിക്കുക. ഈ സമയം രേവതി അടുക്കളയില് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോള് നോക്കിയപ്പോഴത്തേനും വർഷയുടെ ഫോണാണല്ലോ. ആ എന്തൊക്കെയുണ്ട് വർഷ വിശേഷം എന്ന് ചോദിക്കുക. നല്ല വിശേഷം രേവതി ചേച്ചി എന്ന് ചോദിക്കുക. അല്ല അവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ സുഖമെന്ന് പറയണം. അല്ല സച്ചേനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോന്ന് ചോദിക്കും. അല്ല ഇതൊക്കെ ആരാ പറഞ്ഞേ? അല്ല എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോണെന്ന് പറയാണ്. ഇത് കേട്ടൻ വർഷയ്ക്ക് എങ്ങനെയാണ് സുഖമാണെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, ഡബിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോവാന്ന് പറയണം. അല്ല ഫുഡ് കഴിച്ച വർഷം ചോദിക്കണം. ഇല്ല ഫുഡ് കഴിച്ചില്ല, എന്നും ഓർഡർ ചെയ്യുന്ന. ഇന്ന് പറയാ അവന് ശ്രീകാന്തിനെ വിളിച്ചിട്ട് കോള് കിട്ടിയില്ല എന്ന് പറയണം. ആണോ? അത് ശ്രീകാന്ത് ഇന്ന് പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട അത്ഭുതത്തോട് ചോദിച്ചു. അല്ല ഇന്ന് പോയില്ലേ അവൻ റെസ്റ്റോറൻറ്റിലേക്ക് ചോദിക്കണം. ഇല്ല പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് പറയണം. ശരി. പിന്നീട് പറഞ്ഞു അതെ എന്നാ ശരി ഞാൻ വെക്കട്ടെ എന്ന് ചോദിക്കണം. അല്ല വർഷ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. അല്ല വേണ്ട, അന്നാണെങ്കിൽ
ചേച്ചി കൊണ്ടുത്തന്ന രേവതി ചേച്ചി കൊണ്ടുത്തന്ന ആ ഫുഡിന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ടെന്ന് പറയണേ. എന്ത് ടേസ്റ്റ് ആയിരുന്നു ആ ചിക്കനൊക്കെ എന്ന് പറയണം. ആണോ? വെറുതെ എന്നെ കളിയാക്കണ്ടെന്ന് പറയണേ. കളിയാക്കിയതല്ല, സത്യമായിട്ട് പറഞ്ഞാന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ട് സുതിക്കൊണ്ട് തരാന്ന് പറയാണ്. വേണ്ട, ആ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. വേണ്ടാന്നേ, വർഷ എനിക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തതെന്ന്. വർഷ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സച്ചേട്ടന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ വർഷയ്ക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അതെനിക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ല, കാരണം കഷ്ടപ്പാടായിട്ടൊന്നും തോന്നത്തില്ല. ഞാൻ ഉണ്ടായിക്കൊണ്ട് തരാന്ന് പറയണം. അതിന് രവതി ചേച്ചിക്ക് തന്നെ വരാൻ വഴി അറിയാവോ? അത് കുഴപ്പമില്ല, ഞാൻ ബസ്സിന് കയറി വന്നോളാം. ബസ്സിനൊക്കെ കയറി വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു ശ്രീകാന്ത് ഉണ്ടെന്നല്ല പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാൻ പറയാണ്. ഇത് കേട്ടൻ രേവതിന് അത് ശരിയാ, നല്ല ഐഡിയ, ഞാൻ ശ്രീകാന്തിനെ കൂട്ടി വരാന്ന് പറയണേ. അങ്ങനെ ഫോൺ വെച്ചു. ഈ സമയം ശ്രീകാന്ത് ആകെപ്പോൾ ടെൻഷനില്ല. വർഷ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. പിന്നീട് ശ്രീകാന്ത് താഴേക്ക് വരുമ്പോഴത്തേനും രേവതി പറഞ്ഞു, അതെ നീ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണോ? അതെ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല ഏട്ടത്തിൽ അങ്ങോട്ട് പോകാനാ? അതെ എനിക്ക് ആ വർഷയുടെ അവിടെ ഓഫീസ് വരെ പോകണമെന്ന് പറയാം. വർഷയുടെ ഓഫീസിൽ എന്തിനാ? അത് അവൾക്ക് ഈ ഫുഡൊന്നും കൊണ്ടേ കൊടുക്കാനാ. ഫുഡ് കൊണ്ടേ കൊടുക്കാനാ? അതിനെന്തിനാ ഏട്ടത്തിൽ പോണേ? അത് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവൾ ഓർഡർ ചെയ്തിട്ടില്ല ഹോട്ടലിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. നീ എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറയണം. അതൊന്നും ശരിയാകത്തില്ല, ഒരു കാര്യം ചെയ്യാം, സച്ചേൻ്റെ കൂടെ പൊയ്ക്കോളാൻ പറയണം. അത് വേണ്ട, സച്ചേൻ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി, നീ വരാൻ പറയണം. ആകെപ്പാടെ ശ്രീകാന്ത് പെട്ടുപോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ശ്രീകാന്തിന് മനസ്സിലായി അവൾ തനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നെന്നുള്ള കാര്യം. തന്നെ അവിടെ എത്തിക്കാനായിട്ട് അവൾ നടത്തിയൊരു നാടകമാണെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇനിയിപ്പം കഥകളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ മുൻകൂർ ഇച്ചിരി കഥകളൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.